ഈ ചക്ക വീണ് മുയൽ ചത്തെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് അതുപോലെ റെസിപ്പിയാണ്. എന്തായാലും മുയൽ ഫ്രൈ അല്ല, കൊഞ്ച് വെച്ചൊരു ഐറ്റമാണ്. സംഭവം ഉണ്ടാക്കാൻ വിചാരിച്ച ഒന്നാണെങ്കിലും ഞാൻ വിചാരിച്ചതും ഉണ്ടാക്കി നമ്മൾ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ റെസിപ്പി കണ്ടാലോ? ഇതിൽ കാണുന്ന സംഭവങ്ങൾ ഇതൊന്നും പോലെ ഒന്ന് വഴച്ചെടുക്കണം. പിന്നെ മസാലപ്പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. മീനായാലും ചിക്കൻ മസാല എനിക്ക് മസ്റ്റാണ്. ഇത് അവിടെ കിടന്ന് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റെസിപ്പിയിലെ പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് പെരിഞ്ചീരകം, കുറച്ചധികം തേങ്ങ ഇട്ട് നല്ല കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന പറഞ്ഞാൽ ചമ്മന്തിയുടെ ഒരു പരുവം പോലെ വറുത്തെടുക്കണേ. വറുത്ത് കോരി കരിച്ചെടുക്കരുത്. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്താൽ കുറുകി ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് തേങ്ങാക്കറി പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബട്ടർ ചിക്കൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചറും ടേസ്റ്റും ആയിരുന്നു. ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. എനിക്കിത് അബദ്ധത്തിൽ ഉണ്ടാക്കിയതാണ്. കിട്ടിക്കഴിഞ്ഞപ്പോൾ സൂപ്പർ കേട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ പേരിടലും കഴിഞ്ഞിട്ടുണ്ട്. ചില്ലി പ്രോൺസ് കുറുമ കേട്ടോ. കാരണം ഇതൊരു കുറുമ ടെക്സ്ചറും ടേസ്റ്റി ആയിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ കപ്പേൻ്റെ കൂടെ ഇത് അടിച്ച് കയറ്റായിരുന്നു. അടിപൊളി കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.